ആൾക്കാർ പറയുന്നത് ഞാൻ എത്രയോ തെറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ എങ്ങനെ പടച്ചോനിലേക്ക് അടുക്കാണ്. നമ്മളാണ് പടച്ചോനിലേക്ക് അടുക്കേണ്ടത്. തെറ്റ് ചെയ്യുന്നവരെ പടച്ചോന് ഇഷ്ടമാണ്. കാരണം എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം. പശ്ചാത്തപിക്കുമ്പം അള്ളാഹു കൂടുതൽ നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അള്ളാഹു ഗഫൂറാണ് എന്നുള്ളത്. ഇന്നല്ലാഹ ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ ലാ തഖ്നതൂ മിൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ആയത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ വിശദീകരണം മുൻപ് വായിച്ചാൽ തെറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനല്ല, അത്രയും കാരുണ്യവാനാണ് പടച്ചോൻ, അത്രയും കാരുണ്യവാനാണ് പടച്ചോൻ. എന്ത് നിങ്ങൾ ഒരു പ്രതീക്ഷ, എത്ര പാപങ്ങൾ ചെയ്താലും നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിരാശപ്പെടരുത് എന്ന് പറയുമ്പം നമ്മൾ എത്ര തന്നെ പാപങ്ങൾ ചെയ്യും, എത്ര വലിയ പാപങ്ങൾ ചെയ്താലും, എത്ര തന്നെ നമ്മൾ നിരാശയുടെ പടുകുഴിയിൽ കിടക്കുകയാണെങ്കിലും അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ചിന്ത എന്നുള്ളത്, അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു വിചാരം, ആ പ്രതീക്ഷ എന്നുള്ളത് അത് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം നിങ്ങളൊരു അള്ളാഹുവിനെ പറ്റിയുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്നുള്ള വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ. അത്രയും വിശാലമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അല്ലേ. തെറ്റ് ചെയ്ത് പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ച് നോക്കി. അതൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിനെ അങ്ങനെ ഓരോ അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും നമുക്ക് നൽകുന്ന അറിവ്, നമുക്ക് നൽകുന്ന ഹിദായത്ത് ചെറുതല്ല. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ അറിയണം എന്ന് പറഞ്ഞത്. എപ്പോഴാണ് അള്ളാഹിനെ സ്നേഹിക്കാൻ പറ്റുന്നത്? ഒന്ന് നമ്മൾ അള്ളാഹുവിനെ അറിയലാണ്. അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ് എന്നുള്ളത് അല്ലേ. അള്ളാഹു നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവനാണ് എന്നത്, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നത്, അള്ളാഹു നമ്മൾ ഈ ഇതിൽ അടിയുറച്ച് നിൽക്കുമ്പം അള്ളാഹു നമുക്ക് ഹുദ വർദ്ധിപ്പിച്ച് തരും അല്ലേ. നമുക്ക് കൂടുതൽ അള്ളാഹു തൗഫീഖ് തരും. അള്ളാഹുവിൻ്റെ അറിവ് അല്ലേ, നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും ഈ വഹിയാകുന്ന ഈ ദീൻ അറിയാനുള്ള കൂടുതൽ തൗഫീഖ് പടച്ചോൻ തരും. അപ്പോൾ നമുക്ക് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒന്നുകൂടിയും ഹിദായത്ത് ഈമാനൊക്കെ ഒന്നുകൂടി അള്ളാഹു എന്ത് ചെയ്യും? ഉറപ്പിച്ചു തരും. നമ്മളെ പാപങ്ങളിൽ നിന്ന് അകറ്റുന്നൊരവസ്ഥ ഉണ്ടാവും അല്ലേ. അതൊക്കെ എപ്പോഴാണ് ഉണ്ടാകുക? അത് ഇങ്ങനെ നമ്മളതിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഉണ്ടാകുക. പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ ഒരു സുഖം ഉണ്ടാവും. അതിലൊക്കെ എന്തുണ്ടാവും? ഒരു മാനസികമായ സുഖം അനുഭവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ അറിയണം.